ചർച്ചയിലേക്കാണ് ഇവിടെ ഇപ്പൊ പോകുന്നത്. ആമസോൺ പുത്രിയല്ല ഇഗാസു എന്ന് വാചിപ്പിച്ച് ഡോക്ടർ ഗ്ലോറി മാത്യു ഐമനം എഴുതിയ സഞ്ചാര നോവൽ. അപ്പോ അതിന്റെ ഡീറ്റെയിലേക്ക് പോകാം. ലാറ്റിൻ അമേരിക്കൻ യാത്രയിൽ ഈ എഴുത്തിന്റെ സമയത്ത് എനിക്കുണ്ടായ വെല്ലുവിളി, കാരണം ഇതൊരു വെല്ലുവിളി തന്നെയാണ്. ഒരു പക്ഷേ ബോംബായേക്കാം, എനിക്ക് പ്രശ്നമില്ല. അങ്ങനെ ബോംബ് ഈ പുസ്തകം ഒന്ന് വായിക്കുന്ന നല്ലത് കേട്ടോ. ഇപ്പൊ ബോംബിന്റെ പ്രശ്നങ്ങളൊക്കെ കുറെ കേൾക്കുന്നുണ്ടല്ലോ, ഇന്ത്യയിലും ഡൽഹിയിലും പല സ്ഥലത്തും ബോംബും എല്ലാം കേൾക്കുന്നുണ്ട്. പക്ഷെ ഇത് മറ്റൊരു ബോംബാണ്. എന്താണെന്ന് അറിയാമോ? വർഗീയത വലിയൊരു ബോംബ് ഇന്ത്യയിൽ ഇങ്ങനെ പുകഞ്ഞ് അഗ്നിപർവ്വതം പുകയുന്ന പോലെ പുകയുന്നുണ്ട്. അത് ഞാൻ അനുഭവിച്ചത് അർജന്റീനയിലെ ഹോട്ടലില് ഞങ്ങൾ റിസപ്ഷനില് റൂമിന്റെ കീ തരാൻ വേണ്ടി ഇങ്ങനെ ആ റിസപ്ഷനിലെ പെണ്ണുകൾ ചോദിക്കുമ്പോൾ കണ്ണുകൾ ഇങ്ങനെ വിടർന്ന് അവൾ ചോദിക്കുകയാണ്, യു ആർ ഫ്രം ഇന്ത്യ, സോ യു ആർ നോട്ട് ഹാവിംഗ് ബീഫ് എന്നൊക്കെ പറഞ്ഞു. അവളിങ്ങനെ വല്ലാതൊരു വയലന്റ് ആവുന്ന രീതിയിൽ എന്നോട് സംസാരിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, we are from India, but we are having beef. Oh, the beef about that. അവരിങ്ങനെ നമ്മള് ബീഫ് കഴിച്ചപ്പോ ഡൽഹിയിലോ എവിടെയോ നോർത്ത് ഇന്ത്യയിലോ എവിടെയോ ഒരാളെ തല്ലിക്കൊന്ന കാര്യമൊക്കെ വീഡിയോസ് കണ്ടും എന്നോട് സംസാരിച്ചു. പുള്ളിക്കാരൻ പറയാണ്, നിങ്ങൾ ഇന്ത്യയിൽ ഒന്നും അറിയുന്നില്ല, അവിടെ പല വാർത്തകളും സെൻസറും ചെയ്താണ് നിങ്ങൾ കേൾക്കുന്നത്. പക്ഷെ ഞങ്ങൾക്ക് സാറ്റലൈറ്റില് അപ്പോൾ തന്നെ ഇവിടെ വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ഇന്ത്യ എന്നുള്ളത് ഞങ്ങൾ അറിയുന്നുണ്ട്. നിങ്ങളുടെ നാട്ടിൽ സുനാമി വന്നപ്പോൾ അമേരിക്കയിൽ നിന്നല്ലേ നിങ്ങൾക്ക് ഇൻഫർമേഷൻ കിട്ടിയത്. അപ്പൊ നിങ്ങളുടെ നാട്ടിലെ അറിവുകൾ നിങ്ങൾ അറിയുന്നതിനേക്കാൾ കൂടുതലായി ഞങ്ങൾ അറിയുന്നുണ്ട്. ഞാൻ ആദ്യം ചമ്മി കണ്ടു, ആദ്യം സത്യം പറയാം, ഞാൻ ആദ്യം ചമ്മി. പക്ഷെ പിന്നീട് ഞാൻ ആത്മധൈര്യം വീണ്ടെടുത്ത് പറഞ്ഞു, ഓക്കെ വി ആർ ഫ്രം ഇന്ത്യ, ബട്ട് വി ആർ ഫ്രം കേരള, the southern part of India, God's own country. അപ്പോൾ നമ്മുടെ സെക്യുലറിസം, മതസൗഹാർദ്ദം, കേരളത്തിന്റെ മാത്രം മനോഹാരിത, ഇതൊക്കെ ഞാൻ പറഞ്ഞപ്പോൾ അവൾ വളരെ ഹാപ്പിയായി. ഞങ്ങൾ ബീഫ് കഴിക്കുമെന്ന് പറഞ്ഞു. അവർക്ക് ഒരു ഫുഡ് തരാൻ പ്രശ്നമില്ല. സത്യത്തിൽ അവിടുത്തെ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് ബീഫാണ്. നമ്മളൊക്കെ ഇവിടെ ബണ്ണിൽ ഇങ്ങനെ തൊടുമ്പോൾ എങ്ങനെ സോഫ്റ്റ് ആയിട്ട് ഒരു ബണ്ണിങ്ങനെ ഇങ്ങനെ മുറിച്ചെടുക്കുന്നു, അതുപോലെ മുറിച്ചെടുക്കാൻ പറ്റുന്ന വളരെ രുചികരമായ ബീഫ് ഞങ്ങൾ അവിടെ ആസ്വദിച്ചു. അങ്ങനെ ഒത്തിരി വേറിട്ട ഭക്ഷണങ്ങൾ, അതുപോലെ ലോകത്ത് ഒരിടത്തും കാണാത്ത തരത്തിലുള്ള പഴവർഗ്ഗങ്ങൾ ഞങ്ങള് കൊളംബിയയുടെ വലിയ ഈ നമ്മുടെ ഈ എക്സ്പോയുടെ പകുതിയോളം വരുമെന്ന് എനിക്ക് തോന്നുന്നത്. അത്രയും വലിയ മാർക്കറ്റ് ഫ്രൂട്ട്സിൽ മാത്രമുണ്ട്. അവിടെ ചെല്ലുമ്പോൾ അവിടെയും നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ വിദേശീയരാണെന്ന് അവർക്ക് കണ്ടറിയാം. അവരത്ര വലിയ സമ്പന്ന രാഷ്ട്രമൊന്നല്ല, പക്ഷെ നമ്മൾക്കെല്ലാം ഓരോ പഴവും മുറിച്ച് രുചിക്കാൻ തരും. ഞാൻ സന്തോഷ് ജോർജ് കുളങ്ങര പറയുന്ന പോലെ പറയല്ല, എൻ്റെ കണ്ണാലെ കണ്ട കാര്യമാണ്. നമ്മുടെ കൂടെയുള്ള ആളുകള് പഴങ്ങളെല്ലാം രുചിച്ചു, വയറ് നിറഞ്ഞു, പക്ഷെ 1 കിലോ പഴം പോലും വാങ്ങിക്കാൻ പലരും നിന്നില്ല. അവസാനം ഞാനും ടൂർ ഗൈഡും കൂടി ഞങ്ങൾ ചേർന്ന് ഞങ്ങൾ 2 കിലോ ഫ്രൂട്ട്സ് വാങ്ങി ബസ്സിൽ കൊണ്ടുവന്ന് എല്ലാവർക്കും കൊടുത്തു എന്നുള്ളതാണ്. അത്രയ്ക്കാണ് നമ്മൾ മലയാളികൾ മറ്റു രാജ്യങ്ങളിൽ പോയി കാണിക്കുന്ന മര്യാദകൾ. അതുപോലെ തേന്, എന്തെല്ലാം തരം തേനാണ്. നമ്മൾ വിചാരിക്കും തേനെന്ന് പറഞ്ഞാൽ ഒന്നല്ലേ ഉള്ളൂ, പക്ഷെ ഏതൊക്കെ പൂക്കളിൽ നിന്ന് ശേഖരിക്കുന്ന തേനുകൾ, ഈ തേനുകളെല്ലാം ഡിഫറെന്റ് ആയിട്ട്. ഇത് ഇന്ന പൂക്കള്, ആ പൂക്കൾ മാത്രം സന്ദർശിക്കുന്ന പൂമ്പാറ്റകളുണ്ട്. അവരിൽ നിന്ന് അങ്ങനെ പല ഇനം തേനുകൾ അവരിങ്ങനെ നമുക്ക് ടേസ്റ്റ് ചെയ്യാനായിട്ട് കുഞ്ഞു ഈ ഡബ്ബകളിൽ വരുന്ന ഒഴിച്ചു തരും. അതും മനോഹരമായി ആസ്വദിച്ചു. അങ്ങനെ ഇന്ത്യക്കാര്, പ്രത്യേകിച്ച് മലയാളികൾ മനസ്സിലാക്കേണ്ട ഒരു സംസ്കാരമുണ്ട്. സ്നേഹം പകർന്നു കൊടുത്താൽ മാത്രമേ തിരികെ കിട്ടൂ എന്നുള്ളത്. നമ്മൾക്കൊരു വിചാരമുണ്ട്, എല്ലാവരും നമ്മളെ സ്നേഹിക്കണം, എല്ലാവരും നമ്മളെ ബഹുമാനിക്കണം, എല്ലാവരും നമ്മളെ ആദരിക്കണം. പക്ഷെ തിരിച്ചങ്ങോട്ട് ഒരല്പം സ്നേഹം കൊടുക്കാൻ നമ്മൾ തയ്യാറാകുന്നുണ്ടോ? തീർച്ചയായും ഈ പുസ്തകത്തിലൂടെ ഞാൻ ആ ചോദ്യം ചോദിക്കുന്നുണ്ട്. ഡോക്ടർ പത്മനാഭൻ എന്ന റിട്ടയർഡ് ആയുർവേദ ഡോക്ടറും അദ്ദേഹത്തിന്റെ ഭാര്യ മീനാക്ഷി എന്ന ടീച്ചറും റിട്ടയർമെന്റിന് ശേഷം അവരുടെ ഔദ്യോഗിക ജീവിതകാലത്തുള്ള ബുദ്ധിമുട്ടുകളൊക്കെ എഴുതിയിട്ടുണ്ട്. മക്കളെ വളർത്തുക, പ്രാപ്തരാക്കുക, അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് വളരെ സാത്വികനായ ഒരു മനുഷ്യനാണ് ഡോക്ടർ പത്മനാഭൻ. അവരുടെ യാത്രയിലൂടെ ഉടനീളം ഈ ഡോക്ടർ പത്മനാഭൻ അവരുടെ യൗവന കാലത്ത് പകർന്നു നൽകാൻ കഴിയാത്ത സ്നേഹവും പ്രണയവും ഊഷ്മളതയോടെ തന്നെ പകർന്നു നൽകുന്നുണ്ട് ഈ യാത്രാവേളയിൽ. അപ്പോൾ ഈ പുസ്തകം വായിക്കുന്ന ഓരോരുത്തർക്കും ജീവിതം എങ്ങനെയാണ് ആസ്വദിക്കേണ്ടതെന്നും തീർച്ചയായും മനസ്സിലാകും. അതുപോലെ ബന്ധുക്കളോട് ഈ യാത്ര ഇവർ പ്ലാൻ ചെയ്യുന്നത് തന്നെ അവിടെയാണ്. ആ ഫസ്റ്റ് 2-3 ചാപ്റ്റർ ഈ പുസ്തകം വായിച്ചിട്ട് പ്രൊഫസർ ഡോക്ടർ നെടുമുടി ഹരികുമാർ പറഞ്ഞത്,
ഈ പുസ്തകത്തിന്റെ ആദ്യ അധ്യായങ്ങൾ ഒരു കുടുംബ സംഗമമാണ്. അപ്പോൾ ഡോക്ടർ ഗ്ലോറി മാത്യു എങ്ങനെ കുടുംബ ബന്ധങ്ങളെ വിലയിരുത്തുന്നു എന്ന് ആദ്യത്തെ 3-4 അധ്യായങ്ങൾ വായിച്ച് മനസ്സിലാകും. ഡോക്ടർ പത്മനാഭനും ഭാര്യയും സ്വയം തീരുമാനം എടുക്കുകയല്ല, അവരുടെ സഹപ്രവർത്തകരോട്, കൂടപ്പിറപ്പുകളോട്, അമേരിക്കയിലുള്ള അവരുടെ മകനോട് ഒക്കെ അവർ ഈ വിഷയം ചർച്ച ചെയ്ത് അങ്ങനെ കൂട്ടുകാരെയും കുടുംബക്കാരെയും ഒന്നിച്ചു ചേർക്കുന്ന ഒരു സംസ്കാരം ഡോക്ടർ പത്മനാഭനും മീനാക്ഷിയിലൂടെയും ഈ പുസ്തകം വായിക്കുന്ന വായനക്കാർക്ക് ലഭ്യമാകും. നമ്മൾ ജനിക്കുന്നത് ഒറ്റയ്ക്കാണ്, പക്ഷേ ജീവിതയാത്രയിൽ പലരും നമുക്ക് കൂടെ ഉണ്ടാകും. ബന്ധുക്കളായും സുഹൃത്തുക്കളായും മക്കളായും കൂടെ ഉണ്ടാകും. പക്ഷെ തിരിച്ചു പോകുന്നതും ഒറ്റയ്ക്കാണ്. പക്ഷേ ജീവിതം എന്നത് ഒരു കൂട്ടായ്മയാണ്. മനുഷ്യ ജീവിതം എന്നത് ഒരു കൂട്ടായ്മയാണ്. മാൻ ഈസ് എ സോഷ്യൽ അനിമൽ. അതുകൊണ്ടാണല്ലോ ആണിന് തുണയായി പെണ്ണിനെ ഈശ്വരൻ സൃഷ്ടിച്ചു നൽകിയത്. അപ്പോൾ കൂട്ടായ്മയുടെ മാധുര്യം എന്താണെന്ന് ഇത് വായിക്കുന്ന ഓരോരുത്തർക്കും മനസ്സിലാകും. അപ്പോൾ ഇത് സഞ്ചാര നോവൽ മാത്രമല്ല, ഇത് പ്രണയകാവ്യമാണ്. അതുപോലെ രാഷ്ട്രീയ ചിന്തകൾക്ക് അതീതമായി ബി എ ഹ്യൂമാനിറ്റേറിയൻ, ഒരു മനുഷ്യനായി ജീവിക്കുവാൻ ഓരോ മനുഷ്യനും തയ്യാറാകുമ്പോൾ നമ്മുടെ ഉള്ളിൽ ജ്വലിക്കുന്ന വർഗീയത, നമ്മുടെ ഉള്ളിൽ ജ്വലിക്കുന്ന അഹന്ത, നമ്മുടെ ഉള്ളിൽ ജ്വലിക്കുന്ന രാഷ്ട്രീയ ഭ്രാന്ത്, ഇതൊക്കെ നമുക്ക് മാറ്റാൻ തോന്നും. പ്രിയപ്പെട്ടവരെ, അനുഗ്രഹീതമായ സദസ്സിനെ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് സഞ്ചാര നോവൽ ആദരണീയായ ഡോക്ടർ ഗ്ലോറി മാത്യു എഴുതിയ പുസ്തകത്തിന്റെ പ്രകാശനത്തോടനുബന്ധിച്ച് നടന്ന ഈ ഒരു സദസ്സ് എന്തുകൊണ്ടും അനുഗ്രഹീതം. വലിയ പർവ്വതങ്ങളെ മുത്തം കൊടുത്ത് അടക്കം പറയുന്ന മാച്ചു പിച്ചു എന്ന പർവ്വതത്തിന്റെ അതിന്റെ യശസ്സിനെ ഉയർത്തിക്കാറ്റിക്കൊണ്ട് ആമസോൺ പുത്രിയല്ല ഇഗാസു എന്ന് മാച്ചിപ്പിച്ചു എന്ന ആ പർവ്വതം ചോദിക്കുന്ന ചോദ്യത്തോടനുബന്ധമായി അതിന് തൂലികാനാമം രചിച്ച ഈ പുസ്തകം എന്തുകൊണ്ടും വർത്തമാന കാലഘട്ടത്തിൽ നാം ഏവർക്കും ഒരുപാട് അറിവുകൾ പകരുന്ന ഒന്നാണ്. കൂടുതൽ പുസ്തകം വായിക്കുമ്പോൾ കൂടുതൽ അറിവ് നേടുന്ന വിജ്ഞാന സാഗരത്തിൽ സഞ്ചരിക്കുന്ന കപ്പലാണ് പുസ്തകമെന്ന് നാം പഠിപ്പിച്ചെങ്കിൽ ഇന്ന് സഞ്ചാരം ഒരു അനുഭവത്തിന്റെ യാഥാർത്ഥ്യമാണ്. അതും കൂടുതൽ അറിവ് നേടിയിട്ട് നമുക്ക് ഇന്ന് മുന്നോട്ട് എത്തിച്ചേരുവാൻ സാധിക്കുമെന്നാണ് പ്രിയ എഴുത്തുകാരി നമ്മളോട് പറഞ്ഞിട്ടുള്ള ആമുഖമാണ്. തീർച്ചയായിട്ടും അത് ശരിയായ ഒന്നാണെന്ന് നാം ഓർക്കും. ഇവിടെ വിടരാൻ വിതുമ്പുന്നതെന്തിനീ വാസ്വരം കൊഴിയാൻ നിനക്കെത്ര ദുഷ്ടമാണ്. വിടരുന്ന ഭാവിതൻ മാറിടത്തെത്തുവാൻ ദുഃഖം മുകരുവാൻ ചൂഷിതർ കെട്ടി പുണർന്നു മുകരുന്ന ഈ ജീവഭൂമിയെ ചിത്തമാണ്. യാഥാർത്ഥ്യങ്ങളുടെ സത്യാവസ്ഥ വിളിച്ചോതുന്ന ഈ പുസ്തകം ജീവിതത്തിന്റെ അനുഭവങ്ങളുടെ തീക്ത നാളങ്ങൾ ഓരോ വരികളിൽ കൂടി ഇത് പ്രകടമാണ്. തീർച്ചയായിട്ടും വരും തലമുറയ്ക്ക് ഒരുപാട് പ്രചോദനം നൽകുന്ന ഈ സഞ്ചാര അനുഭവത്തിൽ നിന്നുകൊണ്ട് അവരുടെ തൂലികകൾ കൊണ്ട് രചിക്കപ്പെട്ട ഈ പുസ്തകം ഒരുപാട് പ്രചോദനം നൽകട്ടെ എന്ന് ഈ അവസരം ആശംസിച്ചുകൊണ്ട് ഇതിനെക്കുറിച്ച് ആമുഖമായി നമ്മുടെ എഴുത്തുകാരി പറഞ്ഞു കഴിഞ്ഞു. ഇത് കൂടാതെ നമ്മുടെ പ്രിയപ്പെട്ട സാറും സംസാരിച്ചു. വിലപ്പെട്ട ഒരുപാട് ആൾക്കാർ സംസാരിക്കാനുള്ളത് കൊണ്ട് വിനീതനായ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. എല്ലാവിധമായ ആശംസകളും പ്രാർത്ഥനകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം. ജയ്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് സമീർ എന്നാണ്. ഞാനൊരു കാസർഗോഡ് ജില്ലക്കാരനാണ്. അബുദാബിയിൽ ഏകദേശം 20ഓളം വർഷങ്ങളായിട്ട് ഉണ്ട്. ഞാൻ അപായ ബിസിനസ് ചെയ്യുന്നു. ഞങ്ങൾ 7ഓളം സുഹൃത്തുക്കളാണ് ഷാർജ ബുക്ക് ഫെയർ കാണാൻ വേണ്ടി വന്നത്. അബുദാബിയിൽ 20 വർഷമായിട്ടുണ്ടെങ്കിലും ഫസ്റ്റ് ടൈമാണ് ഷാർജ ബുക്ക് ഫെയർ സന്ദർശിക്കുന്നത്. വളരെയധികം സന്തോഷം ലിബി പബ്ലിക്കേഷനും അതുപോലെ തന്നെ
ഈ ഒരു പുസ്തക പ്രകാശനം ചെയ്തിട്ടുള്ള പുസ്തകം എഴുതിയിട്ടുള്ള ഡോക്ടർ ഗ്ലോറി മാത്യു എന്ന് വേണം. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഞങ്ങൾ ഇന്ന് വന്ന് ഈ സ്റ്റാളത്തിൽ സന്ദർശിക്കുന്ന സമയത്ത് ലിബി പബ്ലിക്കേഷൻ്റെ അവിടെ നിന്ന് പുസ്തകം നോക്കുന്ന സമയത്താണ് ഡോക്ടർ ഗ്ലോറി മാത്യു എന്ന മാഡം എവിടെ നിന്ന് സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു, എനിക്ക് യാത്രകളൊക്കെ ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ്. മാഡം പറഞ്ഞു 57ഓളം ഇന്റർനാഷണൽ യാത്രകൾ നടത്തിയിട്ടുള്ളത്. വളരെയധികം സന്തോഷം തോന്നി. കാരണം ഈ കാലഘട്ടത്തിൽ എല്ലാവർക്കും അവരുടെ ജോലി കാരണം പുറത്തേക്ക് പോകാനുള്ള സമയമൊക്കെ കുറഞ്ഞിരിക്കുന്ന ഈ സമയത്ത് യാത്ര സഞ്ചരിക്കുക മാത്രമല്ല, യാത്രയെക്കുറിച്ച് സഞ്ചാര നോവൽ എന്ന രീതിയിൽ ആദ്യമായിട്ട് തന്നെ കേരളത്തിൽ ഫസ്റ്റായിട്ട് ഇങ്ങനത്തെ ഒരു പുസ്തകം ഇറക്കിയിട്ടുള്ളത് മാഡം പറഞ്ഞു. വളരെയധികം സന്തോഷം തോന്നി. മാഡം ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു. എനിക്ക് ഈ പുസ്തകത്തിന്റെ ഈ ഒരു എഴുത്തിനെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് ആമസോൺ പുത്രിയല്ല ഇഗാസു എന്ന് മാറ്റിപ്പിച്ചു എന്നൊരു പുസ്തകം കണ്ട സമയത്ത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു സംഭവം ഇതിനെ അടുത്ത് കേട്ടതാണ്. അതായത് ആമസോൺ കാടുകളിൽ വളരുന്ന വൃക്ഷങ്ങൾക്ക് അതിൻ്റെ ഇന്ധനമായിട്ട് വരുന്നത് മരുഭൂമിയിലെ ഫോസ്ഫറസ് ആണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പം ഈ ലോകം തന്നെ അതിൻ്റെ ഒരു സന്തുലിതാവസ്ഥ എന്ന് പറയുന്നത് പുരുഷനും സ്ത്രീയും എന്ന് പറയുന്നത് പോലെ തന്നെ മരുഭൂമിയും കാടുകളും ഒക്കെ പരസ്പരം സന്തുലിതാവസ്ഥ പാലിക്കുന്നതിന് സഹായിക്കുന്നു എന്നുള്ളതാണ്. ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്, പുസ്തകങ്ങൾ വായിക്കേണ്ട ഈ ഒരു കാലഘട്ടത്തിൽ ആളുകളൊക്കെ മറ്റുള്ള പല കാര്യങ്ങളിലേക്കും ഡൈവേർട്ട് ആയിട്ട് പോയിട്ട്, ഖുറാനിൽ പറഞ്ഞിട്ടുള്ള ആദ്യത്തെ വാക്ക് എന്ന് പറയുന്നത് ഇഖ്റ, നീ വായിക്കുക എന്ന് പറയുന്നു. മനുഷ്യനോട് നീ വായിക്കുക എന്ന് പറയുമ്പോൾ പ്രപഞ്ചനാഥൻ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ആളുകൾ വായിച്ച് തുടങ്ങണമെന്നാണ് പറയുന്നത്. മാത്രമല്ല, വായിക്കുന്ന സമയത്താണ് നമുക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കുന്നത്. ഖുർആൻ തന്നെ പറഞ്ഞിട്ടുള്ള മറ്റൊരു വാചകമാണ് കുൽ സീറൂ ഫിൽ അർദി, ഭൂമിയിൽ കൂടി സഞ്ചരിക്കൂ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ അബുദാബിയിൽ നിന്നും ഷാർജയിലേക്കുള്ള യാത്രയിൽ നമ്മൾ പല ബിൽഡിങ്ങുകൾ കാണുന്നു, പല മരുഭൂമികൾ കാണുന്നു, റോഡുകളൊക്കെ കാണുന്നു. ഈ യാത്രകൾ ചെയ്യുന്ന സമയത്ത്, അതുപോലെ തന്നെ എക്സിബിഷൻ സെന്ററൊക്കെ സന്ദർശിക്കുന്ന സമയത്താണ് നമ്മുടെ ചിന്തകൾ വളരുന്നതും. അതായത് ഭൂമിയിൽ കൂടി സഞ്ചരിക്കുന്ന സമയത്താണ് ആ ഒരു സൃഷ്ടി വൈഭവം കാണുന്ന സമയത്ത് ആളുകളിൽ കൂടുതൽ കൂടുതൽ തോട്ട് ഉണ്ടാവുകയും അതുവഴി ആളുകൾക്ക് ലൈഫിൽ വളരെയധികം മാറ്റം ഉണ്ടാകുവാനൊക്കെ സഹായിക്കുന്നത്. ഈ ഒരു പുസ്തക ചർച്ചയിൽ 2 വാക്ക് സംസാരിക്കാൻ വേണ്ടി അവസരം നൽകിയിട്ടുള്ള ഈ ലിബി പബ്ലിക്കേഷന്റെ ഇതിന്റെ സംഘാടകർക്കും അതുപോലെ തന്നെ ഡോക്ടർ ഗ്ലോറി മാത്യു നന്ദി പറഞ്ഞു ഞാൻ വാക്കുകൾ സംസാരിക്കും. ഈ ഒരു പ്രോഗ്രാമിന് എല്ലാവിധ ആശംസകൾ നേരുന്നു. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നമസ്കാരം. വളരെ സന്തോഷപൂർവ്വമാണ് ഈ പുസ്തകത്തെ വിലയിരുത്തുന്നതും പരിചയപ്പെടുത്തുന്നതും. ആമസോൺ പുത്രിയല്ല ഇഗാസു എന്ന് മാറ്റിപ്പിച്ചു. എന്തൊരു രസകരമായ ടൈറ്റിലാണ് ഇതെന്ന്. ഞാൻ ഈ പുസ്തകത്തിന്റെ ഉള്ളിലേക്ക് വായിച്ചു നോക്കിയപ്പോൾ എനിക്കൊരു കാര്യം ബോധ്യമായി. 3 അത്ഭുതങ്ങളെ കുറിച്ചാണ് ഈ പുസ്തകം. ഞാൻ ഇതിന്റെ പ്രകാശന ചടങ്ങിൽ പറഞ്ഞതുപോലെ 4ാമത്തെ അത്ഭുതമാണ് ഡോക്ടർ ഗ്ലോറി ഐമനം. കാരണം നമ്മളൊക്കെ പുസ്തകങ്ങൾ എഴുതാറുണ്ട്, പക്ഷെ തൻ്റെ സഞ്ചാരത്തെ 3 അത്ഭുതങ്ങളെ കണക്ട് ചെയ്തുകൊണ്ട് അത് ഒരു നോവലാക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ ശ്രമകരമായ പണിയാണ്. പ്രത്യേകിച്ച് ഒരു നോവൽ, ചെറുകഥയാണെങ്കിൽ പിന്നെയും കുഴപ്പമുണ്ടായിരുന്നില്ല. ഒരുപാട് ഭാവങ്ങളെ പൊലിപ്പിച്ച് പറയുന്ന ഒരു എന്താ പറയാ സാഹിത്യ സഞ്ചാരമാണ് നോവലിന്. ചെറുകഥക്ക് ഒരു ഭാവം അതുകൊണ്ട് പൊലിപ്പിച്ച് പെട്ടെന്ന് അങ്ങോട്ട് തീർക്കാൻ പറ്റും. പക്ഷെ നോവലിന് ഒരു സ്ഥലത്ത് നിന്ന് തുടങ്ങി അതിങ്ങനെ ചെയിനായി പോയി അവസാനം ഒരു സ്ഥലത്തേക്ക് എത്തണം. ഒരുപാട് കഥാപാത്രങ്ങൾ നോവലിൽ വരും. ഇങ്ങനെ ഒരു സഞ്ചാര സാഹിത്യം മലയാളത്തില് ആദ്യമായിട്ടാവും എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. സഞ്ചാരം ഒരു മനുഷ്യനെ വൃത്തിയുള്ളവനാക്കും, ഒരു മനുഷ്യനെ പ്യൂരിറ്റി നൽകും, ഒരു മനുഷ്യനെ നന്മയുള്ളവനാക്കും, ക്ഷമയുള്ളവനാക്കും. ഒരുപാട് സഞ്ചരിക്കുന്ന ഒരാളും കൂടിയാണ് ഡോക്ടർ ഗ്ലോറി ഐമൻ. ഋഗ്വേദത്തില് പറയുന്നുണ്ട് സഞ്ചരിക്കാത്തവന് ആനന്ദമില്ല എന്ന്. ഈ ലോകത്ത് സഞ്ചരിക്കാത്തവന് ആനന്ദമില്ല. സഞ്ചരിക്കുമ്പോൾ നമുക്ക് ഉണ്ടാവുന്നത് നമ്മുടെ എല്ലാ പാപങ്ങളും, മനുഷ്യന്മാരാകുമ്പോൾ നമ്മളൊക്കെ ഒരുപാട് പാപങ്ങൾ ചെയ്യും. ആ പാപങ്ങളൊക്കെ കഴുകിക്കളയാൻ നമുക്ക് ഏറ്റവും നല്ലത് സഞ്ചാരമാണ് എന്നാണ് ഋഗ്വേദത്തില് പറയുന്നത്. ഭഗവാൻ പറയാൻ. അപ്പോ ഈ സഞ്ചാര സാഹിത്യവും അതിനെ നോവലാക്കുകയാണ് ഈ പുസ്തകത്തിൽ. നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഈ പുസ്തകത്തിലുണ്ട്.
ഈ പുസ്തകത്തിന് ഒരുപാട് വെളിച്ചമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പുസ്തകത്തിന് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. ഡോക്ടർ ഗ്ലോറി മാമിന് ഇനിയും ഒരുപാട് എഴുതാൻ കഴിയട്ടെ, പുതിയ പുതിയ പുസ്തകങ്ങൾ മലയാളികൾക്ക് സംഭാവന നൽകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. ഈ പുസ്തകത്തിലെ ഇതിന്റെ ആദ്യകാലങ്ങളിൽ എഴുതിയിരിക്കുന്ന ഒരു ഭാഗം, വിമോചന സമരത്തിന്റെ ഭാഗം എഴുതിയപ്പോൾ ഞാൻ ഇത് ഇവിടെ ഓപ്പൺ ആയിട്ട്, എനിക്കറിയാം ലോകം മുഴുവൻ ഒരുപക്ഷെ ഇത് കേൾക്കുമായിരിക്കാം, അതുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്, ഈ പുസ്തകം ആദ്യമായി ഞങ്ങളുടെ സാഹിത്യ സംഘടനയിലെ ഒരു സാറാണ് ഔദാരിക എഴുതി തരാമെന്ന് പറഞ്ഞ് കൊണ്ടുപോയത്. സാറിന്റെ പേര് ഞാൻ പറയുന്നില്ല, കാരണം ഇന്നും ഞങ്ങൾ തമ്മിൽ വളരെ ക്ലോസ് ഫ്രണ്ട്സ് ആണ്, കട്ട ഫ്രണ്ട്സ് ആണ്. പക്ഷെ ഇത് വായിച്ചു കഴിഞ്ഞിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു, ഗ്ലോറി എന്നോട് ക്ഷമിക്കണം, കാരണം ഇത് ഞങ്ങളുടെ പാർട്ടിക്ക് ദോഷമുള്ള പല കാര്യങ്ങളും ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഔദാരിക എഴുതിയാൽ പാർട്ടി എന്നെ പുറത്താക്കും. അപ്പൊ ഞാൻ പറഞ്ഞു, സാറേ ഇതല്ലേ ഞാനും എഴുതിയിരിക്കുന്നത്, നിങ്ങൾക്ക് ഇപ്പോഴും സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ കരിങ്കൊടി കാണിച്ചവരാണ് നിങ്ങൾക്ക് ഇപ്പോഴും സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല. സാറിന് സാറിന്റെ പാർട്ടിയുടെ നേതാക്കളെ ഭയമാണ്, നിങ്ങൾ അണികൾ ഇന്നും അടിമകളാണ് സാറേ. പക്ഷെ ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ട്, ഞങ്ങൾ സ്വാതന്ത്ര്യം കിട്ടിയ ആളുകളാണ്, ഭാരതീയരാണ്. അപ്പൊ അതുകൊണ്ട് വിമോചന സമര കാലത്ത് എന്താണ് കേരളത്തിൽ നടന്നതെന്ന് ഞാൻ ഇതിനകത്ത് എഴുതിയിരിക്കുന്നതിൽ ഒരു വാക്കെങ്കിലും അസത്യമുണ്ടോ ഞാൻ ചോദിച്ചു. ഒരു വാക്കെങ്കിലും അസത്യമുണ്ടെങ്കിൽ ഞാൻ സാറിന് വേണ്ടി വെട്ടാം. ഇല്ല, ഗ്ലോറി എഴുതിയിരിക്കുന്നത് സത്യമാണ്, പക്ഷെ ഞങ്ങളുടെ പാർട്ടിയുടെ നിങ്ങളുടെ പാർട്ടി മനസ്സിലാക്കണം സാറേ. വളർന്നു വരുന്ന യുവതലമുറയെങ്കിലും മനസ്സിലാക്കണം എന്ത് തെറ്റാണ് ഞങ്ങളുടെ പാർട്ടി ചെയ്തത്, എന്ത് തെറ്റിലേക്കാണ് ഞങ്ങളുടെ പാർട്ടി നയിക്കുന്നതെന്ന് നിങ്ങൾ വളർത്തി വഷളാക്കുന്ന യുവാക്കൾ മനസ്സിലാക്കും എന്ന് ഞാൻ അദ്ദേഹത്തോട് തുറന്നു പറഞ്ഞു. അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്ന് ഞാൻ കൊടുത്ത പേപ്പേഴ്സ് തിരികെ വാങ്ങി. അന്ന് തന്നെ, അതാണ് ഞാൻ പറഞ്ഞത്, അന്ന് തന്നെ ദൈവത്തിന്റെ കയ്യൊപ്പ് എന്ന് പറഞ്ഞാൽ അത് എന്റെ ജീവിതത്തിലൂടെ നിരവധി അനുഭവങ്ങൾ. അന്ന് തന്നെ സമസ്ത കേരള സാഹിത്യ പരിഷത്തിന്റെ ജനറൽ സെക്രട്ടറി പ്രൊഫസർ ഡോക്ടർ നെടുമുടി ഹരിമാർ എന്നോട് പറഞ്ഞു, താൻ വിഷമിക്കണ്ട, ഞാൻ എഴുതി തരാം ഔദാരിക. നോക്കണേ, ഒരാള് നിഷേധിച്ച കാര്യം അദ്ദേഹത്തെക്കാൾ ഉന്നതനായ കേരളത്തിൽ മുഴുവൻ ഉന്നത പദവിയിൽ ഇരിക്കുന്ന ഒരാള് ഔദാരിക. നമ്മുടെ മനസ്സിൽ സത്യമുണ്ടെങ്കിൽ, നമ്മൾ എഴുതുന്ന നീതി ഉണ്ടെങ്കിൽ, നമ്മൾ എഴുതുന്ന സത്യമാണെങ്കിൽ നമ്മളെ സഹായിക്കാൻ 1000 പേര് കൂടെ ഉണ്ടാകും. ദൈവത്തിന്റെ സന്ദേശം ഞാൻ നിങ്ങളോട് പറയുന്നു, ഒരു വാതിൽ അടഞ്ഞോട്ടെ, 9 വാതിൽ തുറക്കാൻ ശക്തനാണ് ദൈവം. ഒരു വാതിൽ നമ്മുടെ നേരെ കൊട്ടിയടക്കപ്പെട്ടാൽ 9 വാതിൽ തുറക്കാൻ ശക്തനാണ് നമ്മുടെ ദൈവം. അപ്പോൾ ഔദാരിക ഡോക്ടർ നെടുമുടി ഹരിമാർ എഴുതിയപ്പോൾ എനിക്ക് ആശംസ എഴുതാൻ ഡോക്ടർ പോൾ മണലില്, ഞങ്ങളുടെ കോട്ടയത്തെ അറിയപ്പെടുന്ന ഒരു എഴുത്തുകാരനാണ്, അദ്ദേഹം ആശംസ എഴുതി തന്നു. അദ്ദേഹവും ഇത് പ്രഥമമായൊരു ആഖ്യാന ശൈലി എന്നാണ് പോൾ മണലില് ഈ പുസ്തകത്തെ കുറിച്ച് വിശേഷിപ്പിച്ചത്. അത് കഴിഞ്ഞപ്പോഴാണ് നിരൂപകൻ. എന്റെ പുസ്തകത്തിൽ ഒരു നിരൂപകൻ കൂടിയുണ്ട്, കാരണം ഈ നിരൂപകൻ എഴുതിയത് കൊണ്ട് ഒന്നുകൂടി ഇതിന് വാല്യൂ വന്നതാണ്. കാരണം വിമർശനങ്ങളാണ് നമ്മളെ വളർത്തുന്നത്. ഒരു എഴുത്തുകാരന് ആവശ്യം വിമർശനങ്ങളും നിരൂപണങ്ങളുമാണ്. ഞാൻ ചെയ്തത് മാത്രം ശരി, ഞാൻ എഴുതിയതെല്ലാം ശരി എന്ന് നമ്മൾ അഹങ്കരിക്കരുത്. അതിനാണ് ഒരു നിരൂപകൻ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. അദ്ദേഹമാണ് പറഞ്ഞത്, മലയാളത്തിലുമില്ല ഇംഗ്ലീഷിലുമില്ല ഇങ്ങനെ ഒരു രചന, സഞ്ചാര നോവൽ. അങ്ങനെ ഒരു മനോഹാരിത കൂടി ഈ പുസ്തകത്തിനുണ്ട്. ഇത് ധാരാളം വായിക്കപ്പെടണം. ഈ ശൈലി ഇനി മലയാള സാഹിത്യത്തിൽ പലരും അനുകരിക്കണം. കാരണം ഇന്ന് വായനയിൽ നിന്നും ജനങ്ങൾ പിന്തിരിയുകയാണ്. ടച്ച് സ്ക്രീനാണ്, കുട്ടികളും മുതിർന്നവരും. എന്തിനു പറയുന്നത്, ഞങ്ങളുടെ ഒന്നും കാലത്ത് കമ്പ്യൂട്ടർ ഇല്ലായിരുന്നു, ഞങ്ങളുടെ ഒന്നും കാലത്ത് മൊബൈൽ ഇല്ലായിരുന്നു. എങ്കിൽ ഇപ്പോൾ വയസ്സായ ആളുകൾ, ഞാൻ ഉൾപ്പെടെ, മൊബൈലിലേക്കാണ് നമ്മുടെ മുഴുവനും സമയം കളയുന്നത്. പക്ഷേ ഈ ടച്ച് സ്ക്രീനും അക്ഷരങ്ങളും ഈവൻ AI വന്നില്ലേ, മൺമറഞ്ഞു പോയ മഹാന്മാരെ എല്ലാം കൊണ്ടുവന്ന് AI സംസാരിപ്പിക്കുകയാണ്. അപ്പോ അതിലേക്കായിരിക്കില്ലേ എനിക്കും എല്ലാവർക്കും താല്പര്യം ഉണ്ടാവും. അപ്പൊ എങ്ങനെ വായനയിലേക്ക് ഓരോ മനുഷ്യനെയും തിരികെ കൊണ്ടുവരാം, ആകർഷിപ്പിക്കാമെന്ന് ഈ സഞ്ചാര നോവലിന് സാധിച്ചു എന്നുള്ളതാണ്. ഇത് വെറും ഒരു യാത്രാ വിവരണമായിട്ട് എഴുതിയാൽ ആരും വായിക്കില്ല. 2-3 പേജ് വായിക്കുമ്പോഴേക്കും മടക്കി വെക്കും. ഞങ്ങൾ 1-ാം ദിവസം ഇന്നത് കണ്ടു, ഇനി നാളെ ഇന്നിടത്തേക്കാണ് പോണത്, നാളെ ഇന്നത് കണ്ടു. ഇങ്ങനെ എഴുതുമ്പോൾ, ഒരു യാത്രാ വിവരണം എഴുതുമ്പോൾ ആരും വായിക്കത്തില്ല. പക്ഷെ ഇതൊരു നോവലായപ്പോൾ പത്മനാഭൻ ഡോക്ടറും മീനാക്ഷി ടീച്ചറും കൊച്ചു കൊച്ചു വർത്തമാനങ്ങൾ പറഞ്ഞ് കാണുന്ന കാഴ്ചകളായി ഇത് എഴുതിയപ്പോൾ
ദൈവത്തിന്റെ കൃപയാല്. ഞാൻ അഹങ്കാരം കൊണ്ട് പറയുകയല്ല, നിങ്ങൾ വായിച്ച എല്ലാവരും പറഞ്ഞു അതിമനോഹരമായിരിക്കുന്നു ഇതിന്റെ രൂപകൽപ്പന. പിന്നെ അതോടൊപ്പം തന്നെ ഇത് ചെയ്തു തന്ന ലിബി പബ്ലിക്കേഷൻസിന്റെ കയ്യൊപ്പുകളും ഈ പുസ്തകം അതിമനോഹരമാക്കാനായി സാധിച്ചു എന്നുള്ളതാണ്. കാരണം സാമ്പത്തികം, ഇതിനുള്ളിൽ പിക്ചേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ ഇത്തിരി സാമ്പത്തികമായിട്ട് ഭാരം വരും. എന്നിരുന്നാൽ തന്നെയും ലഭി ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് ഇത്രയും മനോഹരമായിട്ട് എനിക്ക് ചെയ്തു തന്നു. സർവമായിട്ട് പറഞ്ഞാല് എല്ലാം കൊണ്ടും അനുഗ്രഹിക്കപ്പെട്ട ഒരു പുസ്തകമാണിത്. ഇത് വായിക്കുന്ന ആർക്കും നിരാശ ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, വിളിക്കും, തീർച്ചയായും എന്നെ വിളിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. ലിബിയെ വിളിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. ധാരാളം വായിക്കപ്പെടട്ടെ. എല്ലാത്തിനും സർവശക്തനായ ദൈവത്തോട് നന്ദി പറയുന്നു. ഇനിയും നമുക്ക് കണ്ടുമുട്ടാം. യാത്ര ജീവിതം മാത്രമല്ല, ജീവിതവും യാത്രയാണ്.